സംസ്ഥാനത്ത് ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള LPG സിലിണ്ടറുകളുടെ വിതരണത്തിലും പ്രതിസന്ധി. പല ഏജൻസികളും ബുക്കിംഗ് സ്വീകരിക്കുന്ന ഫോൺ നമ്പറുകൾ പ്രവർത്തനരഹിതമാക്കി. ബുക്കിംഗ് സ്വീകരിച്ച ഏജൻസികൾ 1.5 ആഴ്ചയിലേറെയായിട്ടും സിലിണ്ടർ വിതരണം ചെയ്തില്ലെന്ന പരാതികളും വ്യാപകമാണ്. കൂട്ട ബുക്കിംഗ് ശ്രമങ്ങൾ കാരണം ഓൺലൈൻ ബുക്കിംഗ് സംവിധാനം പലപ്പോഴും തകരാറിലാണ്. അതേസമയം ഏജൻസികൾ നൽകിയ സിലിണ്ടർ ഓർഡറുകളും എണ്ണക്കമ്പനികൾ വെട്ടിക്കുറച്ച് നൽകുന്നെന്ന പരാതിയുമുണ്ട്. തിരുവനന്തപുരം കഴക്കൂട്ടമൊഴികെ സംസ്ഥാനത്തെ LPG ബോട്ട്ലിംഗ് പ്ലാന്റിൽ നിന്നുള്ള ഉൽപാദനത്തിൽ കുറവുണ്ട്. ആശുപത്രികൾക്കും സ്കൂളുകൾക്കും മറ്റ് മുൻഗണനാ വിഭാഗങ്ങൾക്കും നൽകേണ്ടതിനാൽ 19 കിലോഗ്രാമിന്റെ കൊമേഴ്ഷ്യൽ സിലിണ്ടറുകൾ മിക്ക പ്ലാന്റിലും പരിമിതമായി ലോഡ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഗാർഹിക സിലിണ്ടറുകൾ ആവശ്യത്തിന് സ്റ്റോക്കുണ്ടെന്നും വിതരണത്തിൽ പ്രശ്നങ്ങളില്ല എന്നുമാണ് മുഖ്യമന്ത്രിയും ഭക്ഷ്യമന്ത്രിയും ഉൾപ്പെടെ വിളിച്ച യോഗങ്ങളിൽ എണ്ണക്കമ്പനി പ്രതിനിധികളുടെ നിലപാട്. കേരളത്തിൽ 900 ഗ്യാസ് ഏജൻസികൾ വഴി 30 ലക്ഷത്തോളം ഗാർഹിക കണക്ഷൻ ഉണ്ടെന്നാണ് കണക്ക്. കൊമേഴ്ഷ്യൽ കണക്കുകളുടെ എണ്ണത്തിൽ കൃത്യമായ കണക്കില്ലെങ്കിലും 5 ലക്ഷത്തിലേറെ സ്ഥാപനങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് വിലയിരുത്തൽ. ഏറെയും റെസ്റ്റോറന്റുകൾ. കേരളത്തിൽ വാണിജ്യ പാചകവാതകത്തിന്റെ പകുതിയോളം വിതരണം ചെയ്യുന്നത് സ്വകാര്യ കമ്പനികളാണ്. 13 സ്വകാര്യ കമ്പനികളാണ് വാണിജ്യ LPG വിതരണം ചെയ്യുന്നത്. ഇവർക്ക് LPG ലഭിക്കുന്നത് പൂർണ്ണമായും നിലച്ചു. ഇൻഡോർ, ഭാരത് ഗ്യാസ്, HP എന്നിവയാണ് ഈ രംഗത്തെ പൊതുമേഖലാ കമ്പനികൾ. അവശ്യ മേഖലയ്ക്കായി ഈ കമ്പനികൾ ഇപ്പോഴും ഭാഗികമായി വാണിജ്യ വാതകം ലഭ്യമാക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്.